ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അലീന കുളത്തൂപ്പുഴയിലെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക് ഒരു വീട്ടുജോലിക്കാരിയായി തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സ്വന്തം അച്ഛന്റെ അടുത്തേക്ക് തന്നെയാണ് ബാലചന്ദ്ര മേനോൻ അലീനയെ അയക്കുന്നതെന്ന് അലീനയ്ക്ക് ഇതുവരെ ഒരു സൂചന പോലും കൊടുത്തിട്ടുമില്ല. പെറ്റമ്മയും തന്റെ കൂടപ്പറപ്പുകളെയും സ്വന്തം അച്ഛനെ പോലെ നോക്കിക്കണ്ട ബാലചന്ദ്ര മേനോനെയും അതുപോലെ തന്റെ എല്ലാ കഷ്ടത പിടിച്ച സാഹചര്യങ്ങളിലും കൂടെ നിന്ന മനുവേട്ടനെയും ശരണയൊക്കെ വിട്ടുപിരിയുന്നതിൽ അലീനയ്ക്കും നല്ല സങ്കടമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുന്ന് പോവുകയല്ലാതെ തനിക്ക് മുമ്പിൽ മറ്റൊരു മാർഗമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അലീന അവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നത്. മനസ്സോടെയാണ് ബാലചന്ദ്രനും അവക്ക് വേണ്ടി സുരക്ഷിതമായ ഒരിടം കണ്ടുപിടിച്ചതും. അങ്ങനെ അലീന സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സ്വന്തം പെറ്റമ്മയെ കണ്ട് താൻ ആരാണെന്നും താൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുമുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ കൈതക്കൽ മാളിക വീട്ടിലേക്ക് ചെല്ലുന്നുമുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ ശരണയുടെ അടുത്ത് പോയി ശരണയോടും യാത്ര പറഞ്ഞതിനു ശേഷമാണ് അലീന കൈതക്കൽ മാളിക വീട്ടിലേക്ക് എത്തുന്നത്. വൈജയന്തിയും കമലയും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ അലീന അവിടെ നിന്ന് പോകുന്നതിൽ നല്ല സങ്കടമുണ്ട് കേട്ടോ. ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും മനുവിനും ഒക്കെ അലീന ആരാണെന്നും വൈജയും അലീനയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും അലീനയെ കടപ്പാട്ടൂർ വീട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ വൈജയെ തിരിച്ച് കടപ്പാട്ടൂർ എത്തിക്കാനുള്ള മാർഗങ്ങൾ അവർ നോക്കിയെങ്കിലും അവരുടെ മാർഗങ്ങളൊന്നും തന്നെ ഫലം കണ്ടുമില്ല. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും അലീനയും ബാലചന്ദ്രനെ കുറിച്ചും മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് വൈകിയിരിക്കുന്നത്. ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് സ്വന്തം മക്കൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും വൈജയന്തിക്ക് മാത്രം അതൊന്നും കാണാനോ കേൾക്കാനോ ഉള്ള മനസ്സുണ്ടായിരുന്നില്ല. അലീന കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോയാൽ മാത്രമേ ഞാൻ തിരികെ കടപ്പാട്ടൂരിലേക്ക് വരികയുള്ളൂ എന്നുള്ളൊരു ഒറ്റ വാശിയിൽ തന്നെയാണ് വൈജയന്തി ഇപ്പോഴും. അങ്ങനെ വൈജയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അലീനയ്ക്ക് ഇപ്പം സ്വന്തം കൂടപ്പറപ്പുകളെയും അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതും. ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണ്ടി സ്റ്റാൻലി ജോസഫിനെ കണ്ടുപിടിക്കുകയും അവിടെ ചെന്ന് അയാളുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അലീനയെ സേഫായിട്ട് അയാളുടെ കൈകളിലേക്ക് എത്തിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. ഒരച്ഛൻ എന്ന നിലയിൽ ബാലചന്ദ്ര മേനോൻ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അലീനയെ കണ്ടതും സ്നേഹിച്ചതും. എന്നാൽ അതൊക്കെ മോശം കണ്ണോടുകൂടി കാണുകയും അതേ രീതിയിൽ സംസാരിക്കുകയും സ്വന്തം മക്കളെ പോലും തന്നിൽ നിന്ന് അകറ്റാനും നോക്കിയത് വൈജയന്തി ഒറ്റൊരാളാണ്. അതുകൊണ്ട് വൈജയന്തിക്ക് ഇനി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വൈജയന്തിക്ക് സ്വന്തം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പോലും അവഗണനയാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാനായിട്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും മനുവും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അലീനയോട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. എല്ലാവർക്കും അലീനയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടെങ്കിലും വൈജയന്തിയുടെ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാവരും അത് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഗംഗാധരനോടും ശിവനോടും അതുപോലെ മനുവിനോടും ഒക്കെ അലീന യാത്ര പറയുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അലീന എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്നും ഇവർക്ക് 3 പേർക്കും അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് അലീനയുടെ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരുടെ പെങ്ങളുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്താണ് അവരാകെ വ്യാകുലപ്പെട്ടിരിക്കുന്നതും. അലീന ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയതിനു ശേഷം വൈജയന്തിയുമായി ഒരു ബന്ധം ഉണ്ടാവില്ലെന്നും വൈജയന്തി ഭാര്യയുടെ സ്ഥാനത്ത് കാണാനാവില്ലെന്നും അവളുമായുള്ള എല്ലാ ബന്ധം അവസാനിപ്പിച്ച് എന്നെ ഇത്രയും നാളും ചരിച്ച് പരിവൃതയെ പോലെ അഭിനയിച്ചിരുന്ന വൈജയന്തിയെയും അതുപോലെ എന്നെ ഇതുപോലെ ഒരു ചതിയിൽപ്പെടുത്തിയ നിങ്ങളെയും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തും എന്നാണല്ലോ ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കേസുമായിട്ട് ഫാമിലി കോർട്ടിലേക്ക് പോയാലും അവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വൈജയന്തിയോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവൾ ഉത്തരം മുട്ടി തൊലി ഉരിഞ്ഞ് നാണം കെട്ടി നിൽക്കുന്നത് എനിക്ക് കാണണമെന്നും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിയോട് യാത്ര പറയാനായിട്ട്. ആ സമയത്ത് അലീന ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് അലീന തന്നെ തുറന്ന് പറയുകയാണ്. ഞാൻ വൈജയന്തി മാഡം 23 വർഷം മുമ്പ് പ്രസവിച്ച മോളാണെന്ന് അലീന തന്നെ പറയുകയാണ്. അപ്പം മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടമാവുകയാണ് കേട്ടോ. കാരണം മുത്തശ്ശിക്ക് കാലുപാടില്ലാതെ കടപ്പാട്ടൂർ വീട്ടിലായിരുന്നപ്പോൾ പോലും അലീന ഭയങ്കര കെയറിങ്ങിലാണ് മുത്തശ്ശിയെ നോക്കിയതും പരിചരിച്ചതും ഒക്കെ. ഹോം നേഴ്സ് എന്നതിന് പുറമെ എല്ലാ തരത്തിലും ആ വീടിനെ നല്ല ഭംഗിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ് അലീന എന്നുള്ളത് മുത്തശ്ശിക്ക് നന്നായി അറിയാം. പക്ഷേ വൈജയന്തിയുടെ ഈ കടമ്പിടുത്തം കാരണമാണ് ഈ കുടുംബം ഇങ്ങനെ ചിന്നിച്ചിതറി പോയെന്നൊക്കെ മുത്തശ്ശി തന്നെ അലീനയോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിന്റെ നല്ല മനസ്സ് മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാതെ പോയല്ലോ മോളെ എന്നും പറഞ്ഞ് മുത്തശ്ശി ഒരുപാട് സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അലീനയുടെ കൈ പിടിച്ച് അലീനയോട് ഒരുപാട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 23 വർഷം മുമ്പ് നിന്നെ വൈജയന്തി പ്രസവിച്ച് എൻ്റെ കൈകളിലേക്കാണ് തന്നത്. ആ സമയത്ത് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരു മനസ്സിലും തോന്നാതെ നിന്നെ ഒരു ഓർഫനേജിലേക്ക് കൊടുത്തയച്ചതും വൈജയോട് നീ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെ പറയേണ്ടി വന്നത് എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് മോളെ. അന്ന് വൈജയുടെ അച്ഛനും ആങ്ങളമാരും എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമായിപ്പോയി അത്. എനിക്കവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒരുപാട് പൊട്ടിക്കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീനയുടെ മുമ്പിൽ. അപ്പം അലീന പറയുന്നുണ്ട്, എൻ്റെ വിധി ഇതായിരിക്കും മുത്തശ്ശി. അതുകൊണ്ടായിരിക്കും ഞാനൊരു അനാഥയെപ്പോലെ ഈ കഴിഞ്ഞ 23 വർഷം വളർന്നത്.
എന്തായാലും എനിക്കെൻ്റെ പെറ്റമ്മയെ കാണാൻ സാധിച്ചല്ലോ. അതുപോലെ തന്നെ എൻ്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ കുറച്ച് നാൾ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞല്ലോ. എനിക്കത് മതി മുത്തശ്ശി. ഞാൻ കാരണം ആരുടെയും ജീവിതം നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. കുളത്തൂപ്പുഴയിലുള്ള ഒരു വീട്ടിൽ എനിക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്ക് വരാം മുത്തശ്ശിയെ കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോൾ ഇവിടുന്ന് പോവുകയാണോ, എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, ഇല്ല മുത്തശ്ശി, ഞാൻ ആരെയും ഉപേക്ഷിച്ച് പോകുന്നതല്ല. എനിക്കെങ്ങനെ പോകാൻ കഴിയുമോ? ഞാൻ ഇടയ്ക്ക് വരും, നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ ഇടയ്ക്ക് വരും എന്നൊക്കെ പറയുകയാണ് അലീന. നീ വൈജയന്തിയെ കണ്ടായിരുന്നോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, ഞാൻ മേഡത്തിനെ കണ്ടില്ല. എന്തായാലും മേഡത്തിനെ ഞാൻ കാണും. മേഡത്തിനെയും കണ്ട് മേഡത്തിനോടും യാത്ര പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ ആരാണെന്നും ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ മേഡത്തിനോട് എനിക്ക് പറയണം. അല്ലെങ്കിൽ അച്ഛനെയും എന്നെയും വെച്ച് അമ്മ ഇപ്പോഴും മോശമായ രീതിയിലായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ലല്ലോ മുത്തശ്ശി. തന്നെയുമല്ല, എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ അന്ന് അച്ഛൻ്റെ അഭിമാനമൊക്കെ ഉപേക്ഷിച്ചത്. എന്നെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു അച്ഛൻ അന്ന് അങ്ങനെ ഒരു നുണ പറഞ്ഞത്. എല്ലാവരുടെയും മുമ്പിൽ അച്ഛൻ്റെ മോളാണ് ഞാനെന്നുള്ള കാര്യം. പക്ഷേ അതല്ല സത്യമെന്നും അച്ഛൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും അച്ഛൻ എന്തിനു വേണ്ടിയാണ് എന്നെ സംരക്ഷിച്ചതെന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് മേഡത്തിനോട് തുറന്നു പറയണം മുത്തശ്ശി. ഇല്ലെങ്കിൽ ശരിയാവില്ല. മേഡം എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ. അതിനൊക്കെയുള്ള ഉത്തരം മേഡത്തിന് കൊടുത്തിട്ട് വേണം ഞാൻ ഇവിടുന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് അലീന മുത്തശ്ശിയോടും യാത്ര പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. മുത്തശ്ശിക്കും നല്ല സങ്കടം വന്നിട്ട് അലീനയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മോളെ, നിന്നെ ഞാൻ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പൊറുക്കണേ മോളെ, നീ എന്നോട് ക്ഷമിക്കണേ മോളെ എന്നൊക്കെ പറഞ്ഞാണ് മുത്തശ്ശി അലീനയെ അവിടുന്ന് യാത്രയാക്കുന്നതും. പിന്നീട് അലീന വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വൈജയ്ക്ക് അലീനയെ കാണുമ്പോഴേക്കും തന്നെ കലി ഇളകുകയാണ് കേട്ടോ. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ ഞാൻ ഇച്ചിരി സ്വസ്ഥതയോടെ ഇരിക്കുക. ആ സമാധാനം കൂടി തല്ലിക്കെടുത്താനാണോടി ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് അലീനയുടെ നേർക്ക് പൊട്ടി തെറിക്കുകയാണ് വൈജയന്തി. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പോവുകയാണ്. മേഡം ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ മേഡത്തിൻ്റെ സമാധാനം കളയാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഇവിടുന്ന് പോവുകയാണ്, യാത്ര പറയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴേക്കും വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്നോട് യാത്ര പറയാനോ? അതിന് നീ ആരാടി? നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാ. പിന്നെ നീ എന്തിനാടി എന്നോട് യാത്ര പറയാൻ വന്നത്? നിന്നെ സ്നേഹിക്കുന്ന പലരും അവിടെ കാണും, അവരോടൊക്കെ യാത്ര പറഞ്ഞാൽ മതി. എൻ്റെ അടുത്ത് നീ കൂടുതൽ വർത്തമാനം പറയാനൊന്നും വരണ്ട. എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് നീ എൻ്റെ മുമ്പിലോട്ട് വന്ന് എൻ്റെ സമാധാനം കളയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വൈജയന്തി. അപ്പോഴേക്കും അലീനയ്ക്ക് നല്ല സങ്കടം വരികയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനതിന് എന്ത് ചെയ്തെന്നാണ് മേഡം പറയുന്നത്? ആർക്കും ദോഷമാകുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആരെയും ഞാൻ വേദനിപ്പിച്ചിട്ടുമില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആർക്കും ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ അലീന പറയുമ്പോഴേക്കും വൈജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഈ ചെയ്തതൊക്കെ പിന്നെ എന്തുവാ? എൻ്റെ ജീവിതം വെച്ചാൽ നീ കളിച്ചത്. എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയില്ലേ? എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും എന്നിൽ നിന്ന് അകറ്റി. എന്തിന്? എൻ്റെ ആങ്ങളമാരെ പോലും നീ എനിക്കെതിരെയാക്കി. എല്ലാവരും ഇപ്പം എന്നെയാണല്ലോ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിനൊക്കെ നീ അനുഭവിക്കൂടി. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയതിന് നീ അനുഭവിക്കാതെ പോവില്ല. നീ കാണിച്ചു കൂട്ടിയതിനൊക്കെ അനുഭവിച്ചിട്ട് മാത്രമേ നീ ഈ ലോകത്തിൽ നിന്ന് പോവുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വൈജയന്തി കുറേ ശാപവാക്കുകൾ ഉപയോഗിക്കുകയാണ് കേട്ടോ അലീനയുടെ നേർക്ക്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരികയാണ്. അലീന കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഇല്ല, എന്നെ അങ്ങനെ ശപിക്കല്ലേ. ഞാനിനി നിങ്ങൾക്ക് ഒരു ശല്യത്തിനും വരില്ല. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. എന്നെ ശപിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. അതിനുശേഷമാണ് അലീന ആരാണെന്നുള്ള സത്യങ്ങളൊക്കെ വൈജയന്തിയോട് തുറന്ന് പറയുന്നത്. 23 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ അലീന പറയുന്നുണ്ട്. അന്ന് ആഗ്രയിൽ വെച്ചൊരു ജീവിതം ജീവിച്ചില്ലേ, അതൊക്കെ മേഡം മറന്നുപോയോ? കഴിഞ്ഞ 23 വർഷങ്ങൾക്ക് മുമ്പ് ആ ബന്ധത്തിൽ മേഡം ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തില്ലേ? അതും തിരുവനന്തപുരത്ത് വെച്ച്. ആ കുഞ്ഞിന് പിന്നെ എന്ത് സംഭവിച്ചെന്ന് മേഡം അന്വേഷിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞിനെ പറ്റി മേഡം പിന്നീട് ഓർത്തിട്ടെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വൈജ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഇവക്ക് എങ്ങനെ അറിയാമെന്നുള്ള മട്ടിൽ. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? അല്ലെങ്കിൽ തന്നെ എൻ്റെ കാര്യങ്ങൾ നീ എന്തിനാടി അന്വേഷിക്കുന്നത്? എൻ്റെ പൂർവ്വകാല ചരിത്രം തപ്പി നടക്കലായിരുന്നു നിന്റെ ജോലി. കൊള്ളാം, ഇതൊക്കെ വെച്ചിട്ടാണോടി നീ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും എന്നിൽ നിന്ന് അകറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല മേഡം, ഒരിക്കലും ഈ കഥകളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മേഡവും മേഡത്തിൻ്റെ അച്ഛനും അമ്മയും ആങ്ങളമാരും കൂടെ ബാലചന്ദ്രൻ എന്നൊരു നല്ല മനുഷ്യനെയാണ് ചതിച്ചത്. ബാലചന്ദ്രൻ എന്ന ആളിൻ്റെ ജീവിതമാണ് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മേഡത്തിനൊരു കാര്യം അറിയാവോ? മേഡം അന്ന് പ്രസവിച്ച ആ കുഞ്ഞില്ലേ, ആ പെൺകുഞ്ഞ്, ആ കുഞ്ഞ് മരിച്ചിട്ടില്ലായിരുന്നു. ആ കുഞ്ഞ് കഴക്കൂട്ടം ഓഫനേജിൽ വളരുന്നുണ്ടായിരുന്നു. 23 വർഷം അച്ഛൻ ആരാ അമ്മ ആരാന്ന് പോലും അറിയാതെ അനാഥയെ പോലെ ജീവിച്ചിട്ട് അവസാനം അത് അമ്മയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും ആ അമ്മയ്ക്ക് ആ മകളെ വേണ്ട, ആ മകളെ തിരിച്ചറിയാൻ പോലും കഴിയുന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ കരയുമ്പോഴേക്കും വൈജ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നീ എന്തിനാ ഇപ്പം എന്നോട് പറയുന്നത്? ഉടനെ അലീന പറയുന്നുണ്ട്, അത് പിന്നെ മേഡം എൻ്റെ അമ്മയായിരുന്നു.
മേഡം എൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നതും. എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മയുടെ അടുത്തേക്കാണല്ലോ ഞാൻ വന്നത് എന്നൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മേഡം എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മ തന്നെയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അത് വൈജയന്തിക്ക് ഒട്ടും തന്നെ അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വൈജയന്തി അത് വിശ്വസിക്കാനും കൂട്ടാക്കുന്നില്ല. കാരണം തൻ്റെ അച്ഛനുൾപ്പെടെ ആങ്ങളമാരും അമ്മയും എല്ലാം പറഞ്ഞത് ഞാൻ പ്രസവിച്ച കുഞ്ഞ് ഉടനെ തന്നെ മരിച്ചുപോയെന്നാണല്ലോ. ആ കുഞ്ഞ് ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നൊക്കെ ഉള്ളത് പറയുന്നത് കേട്ടിട്ടാണ് വൈജയന്തി മറ്റൊരു വിവാഹം കഴിച്ചതും ബാലചന്ദ്രൻ്റെ കൂടെ ജീവിതം തുടങ്ങിയതും. പക്ഷെ അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ കൂടി ഇങ്ങനൊരു ചതി തന്നോട് ചെയ്തല്ലോ എന്നൊക്കെ ഓർത്ത് വൈജ ആകെ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. അതോടൊപ്പം അലീന പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാതെ വൈജയന്തി ആകെ ഷോക്കായി നിൽക്കുകയാണ്. കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. എന്തായാലും അലീന വൈജയന്തിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം അവിടുന്ന് യാത്രയാകുകയും ചെയ്യുന്നുണ്ട്. അലീന അവിടുന്ന് പോയതിനു ശേഷം വൈജയന്തി നേരെ ഗംഗേട്ടൻ്റെ അടുത്തും ശിവേട്ടൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ ചോദിക്കുന്നുണ്ട്, അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന്. അലീന, ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ തന്നെയാണോ? അന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ പ്രസവിച്ച മകൾ മരിച്ചുപോയെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോൾ അലീന പറയുന്നല്ലോ അലീനെ പ്രസവിച്ചത് ഞാനാണെന്ന്. ഞാൻ അവളുടെ അമ്മയാണെന്നൊക്കെയാണല്ലോ അവൾ പറയുന്നത്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഗംഗേട്ടാ, ശിവേട്ടാ, അമ്മേ? ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ എന്തെങ്കിലും മറച്ചായിരുന്നോ? സത്യം പറ, എനിക്കിപ്പോൾ തന്നെ സത്യം അറിയണം. അലീന ശരിക്കും ആരാ എന്നൊക്കെ ചോദിച്ച് വൈജയന്തി ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം ഗതി കെട്ട് വൈജയന്തിയോട് ഗംഗാധര മേനോനും ശിവനും മുത്തശ്ശിയൊക്കെ കൂടി പറയുന്നുണ്ട്, അതെ, അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. 23 വർഷം മുമ്പ് നീ പ്രസവിച്ച മകൾ തന്നെയാണ് അലീന. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളാണ് നിന്നോട് ഈ സത്യം മറച്ചു വെച്ചത്. നീ പ്രസവിച്ച പെൺകുഞ്ഞിനെ അച്ഛനൊരു ഓർഫനേജിലേക്ക് മാറ്റാൻ പറഞ്ഞു. 2 വർഷം കഴിഞ്ഞു ആ കുഞ്ഞിന് എന്തോ ഒരു അസുഖം വന്ന് മരണമടഞ്ഞു എന്ന് അച്ഛൻ എല്ലാവരോടും പറഞ്ഞത്. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ആ വിവരം ഞങ്ങൾ അറിഞ്ഞതും ഈ അടുത്ത കാലത്താണ്. ഇപ്പം വളർന്നു വലുതായി നിന്റെ മുമ്പിൽ നിൽക്കുന്നത് നീ 23 വർഷം മുമ്പ് പ്രസവിച്ച നിന്റെ കുഞ്ഞ് തന്നെയാണ്, നിന്റെ ചോര തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജയന്തി ആകെ തളർന്നു പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും വൈജയന്തി പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. അതായത് കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തൻ്റെ കുഞ്ഞ് എവിടെ എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് എല്ലാവരും തന്നോട് നുണ പറഞ്ഞതും മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചതും ഒക്കെ ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുകയാണ് വൈജയന്തി. പക്ഷേ എന്ത് ചെയ്യാനാകും, ഒരുപാട് ലേറ്റായിപ്പോയി. അതിനുശേഷം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീന ആരാണെന്നുള്ള സത്യം ബാലചന്ദ്രൻ അറിയാമായിരുന്നോ എന്ന്. ആ സമയത്ത് അതും അവർക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. അലീന നീ പ്രസവിച്ച മകളാണെന്ന് അയാളാണ് ആദ്യം മനസ്സിലാക്കിയത്. അവളിൽ നിന്നാണ് അയാൾ പഴയ ആഗ്രഹ ചരിത്രങ്ങളൊക്കെ അന്വേഷിച്ചതും അതൊക്കെ ഉറപ്പുവരുത്താനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതുമൊക്കെ. 22 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അയാൾക്ക് നല്ല പച്ചവെള്ളം പോലെ വ്യക്തമായി തന്നെ അറിയാൻ വൈജയെ. ഇവിടെ ബുദ്ധിമോശം കാണിച്ചത് നീ തന്നെയാണ്. നിന്നോട് പലതവണ ഞങ്ങൾ പറഞ്ഞതാണ് അടങ്ങി ഒതുങ്ങി പോകാൻ. അയാൾ കാണിക്കുന്ന അതേ വാശിയിൽ നീ തിരിച്ച് വാശി കാണിക്കാൻ നിൽക്കരുതെന്ന് നിന്നോട് പലതവണ ഞങ്ങൾ ഉപദേശിച്ചു. പക്ഷേ ഞങ്ങൾ പറയുന്നൊന്നും നീ കേൾക്കാൻ കൂട്ടായില്ല. നിന്റെ ഇഷ്ടത്തിനായിരുന്നു നീ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ എല്ലാം അറിഞ്ഞിട്ടും നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷെ നീ ഇവിടെ സൗമ്യമായി പോയിരുന്നെങ്കിൽ അയാൾക്ക് ഇത്രയും വാശിയും ദേഷ്യവും നിന്നോട് തോന്നില്ലായിരുന്നു. ഇനി അഥവാ ദേഷ്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ഓർത്ത് അയാൾ അതൊക്കെ ക്ഷമിക്കാൻ തയ്യാറാകുമായിരുന്നു. പക്ഷേ നീയാണ് വൈജ എല്ലാത്തിനും കാരണം. നിന്റെ ഈ ദുർവാശി കാരണമാണ് നിന്റെ ജീവിതം ഇല്ലാതായി പോയത്. ഞങ്ങളെക്കൊണ്ട് പറയാൻ പറ്റുന്ന പോലെ എല്ലാം ഞങ്ങൾ ബാലചന്ദ്രനോട് പറഞ്ഞു നോക്കി. പക്ഷേ അയാൾ അതൊന്നും തന്നെ കൂട്ടാക്കിയില്ല. നിന്റെ അഹങ്കാരത്തിനും നിന്റെ ധിക്കാരത്തിനും നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അയാൾ പറഞ്ഞേക്കുന്നത്. എല്ലാവരുടെ മുമ്പിൽ നിന്നെ വലിച്ചു കയറുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അലീനെ കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന നിമിഷം അയാൾ നിന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കും. പിന്നെ നിനക്ക് നിന്റെ മക്കളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. ഇനി ഉടനെ തന്നെ നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ മക്കളും അറിയും. നിന്റെ മക്കൾ ഇതുവരെ ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അവരാ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ മക്കളെ പോലും ഫേസ് ചെയ്യാനാവില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വൈജയന്തിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ ആക്ഷേപിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഒടുവിൽ തനിക്ക് പറ്റിയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വൈജയന്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? 23 വർഷം മുമ്പ് ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ എൻ്റെ മുമ്പിൽ ഇത്രയും നാളും ഉണ്ടായിട്ടും അവളെ ഒന്ന് മനസ്സിലാക്കാനോ അവൾ ആരാണെന്ന് തിരിച്ചറിയാനോ കഴിയാതെ പോയൊരു ഭാഗ്യദോഷിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വൈജി ഒരുപാട് സങ്കടപ്പെടുന്നൊക്കെയുണ്ട്. നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത്. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ലെന്ന്. ആ സമയത്ത് നിങ്ങളെല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് ബാലചന്ദ്രൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ അവസാനം എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ലേ? എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വൈജി ഒരുപാട് കരയുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. എന്നാൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ച് കടപ്പാട്ടിലേക്ക് എത്തുന്ന അലീന രോഹിത്തിൻ്റെ അടുത്തും ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. രോഹിത്തിൻ്റെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ്റെ മകളല്ല എന്നാൽ രക്തബന്ധം ഉണ്ടെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ രോഹിത്ത് അലീനയോട് ചോദിക്കുമ്പോൾ അലീനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അലീനയും രോഹിത്തും തമ്മിൽ രക്തബന്ധം തന്നെയാണെന്നും അത് അച്ഛൻ മുഖേനയല്ല അമ്മ മുഖേനയാണെന്നും അമ്മ പ്രസവിച്ച മകൾ തന്നെയാണ് ഞാനെന്നും ഞാൻ നിൻ്റെ സ്വന്തം ചേച്ചിയാണെന്നും ഒക്കെ പറയുകയാണ് അലീന രോഹിത്തിൻ്റെ അടുത്ത്.
അതൊക്കെ കേൾക്കുമ്പോൾ രോഹിത്തും ആകെ ഷോക്കായി നിൽക്കുകയാണ്. രോഹിത്തിനും ഇതൊന്നും അങ്ങോട്ടേക്ക് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. കൃഷ്ണമോൾക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുമ്പോഴേക്കും എന്നിട്ട് കൃഷ്ണമോൾ പോലും ഇത്രയും നാളായിട്ടും ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രോഹിത്ത്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടാണ് കൃഷ്ണമോൾ ഇത് ആരോടും പറയാഞ്ഞെന്നും ഈ വീട്ടിലെ എനിക്കും കൃഷ്ണമോൾക്കും അച്ഛനും ഈ സത്യങ്ങളെല്ലാം അറിയാമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അമ്മയോട് ചേച്ചിക്ക് പറയായിരുന്നില്ലേ അമ്മ പ്രസവിച്ച മോള് തന്നെയാണ് ഞാനെന്നുള്ള കാര്യം എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പറപ്പുകളെയും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല. പക്ഷേ എൻ്റെ വായിൽ നിന്നും തന്നെ അച്ഛൻ എങ്ങനെയോ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. അച്ഛനാണ് ഈ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. അല്ലാതെ ഇത് ആരെയും അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ കാരണം ആരുടെയും ജീവിതം നശിച്ചു പോകണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രോഹത്തിന് മുമ്പിലും അലീന ഒരുപാട് കരയുകയാണ്. തൻ്റെ സ്വന്തം ചേച്ചി ആയതുകൊണ്ടാണ് ചേച്ചി ഇത്രയൊക്കെ അപമാനങ്ങളും നാണക്കേടുകളും ഒക്കെ സഹിച്ച് ഇവിടെ നിന്നതെന്നും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ പിടിച്ചു നിന്നതും എഴുന്നേറ്റിപ്പോയ ഞങ്ങളെ എല്ലാവരെയും പിന്നെയും നേരായ വഴിക്ക് കൊണ്ടുവന്നതും ഒക്കെ സ്വന്തം ചേച്ചി ആയതുകൊണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് രോഹിത് ആ സമയത്ത് തിരിച്ചറിയുകയും അലീനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീന രോഹത്തിനടുത്ത് സത്യങ്ങളൊക്കെ പറയുന്നത് മുറിയിൽ നിന്നും ബബിത കേൾക്കുന്നുണ്ട്. ബബിതയ്ക്കും ഇത് കേട്ടിട്ട് ഒത്തിരി സങ്കടം വരികയാണ്. കാരണം ബബിതയും ഇപ്പം അലീനയെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അലീന കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് പോകുന്നത് പോലും ബബിതയ്ക്കൊന്നും ഒട്ടും താല്പര്യമില്ല. പിന്നെ അലീനയുടെ നിർബന്ധം കാരണമാണല്ലോ അലീന ഇവിടുന്ന് പോകുന്നത്. അതല്ലാതെ അലീനയും ബബിതയും രോഹിത്തും കൃഷ്ണയൊക്കെ തമ്മിൽ എന്താണ് ഇത്ര ആത്മബന്ധം എന്നുള്ളതൊന്നും ബബിതയ്ക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പം ആ രഹസ്യങ്ങളെല്ലാം തന്നെ ബബിതയും അറിഞ്ഞിരിക്കുകയാണ്. അലീന തങ്ങളുടെ സ്വന്തം ചേച്ചിയാണെന്നുള്ള രഹസ്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. അലീന ചേച്ചി സ്വന്തം ചേച്ചിയാണെന്ന് അറിയുമ്പോഴേക്കും ബബിതയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ബബിത ഇരുന്ന് കരയുകയാണ് കേട്ടോ. സ്വന്തം അമ്മയ്ക്ക് 23 വർഷം മുമ്പ് പ്രസവിച്ച മകളാണ് അലീന ചേച്ചി എന്നും ഇത്രയും നാളും ഒരു അനാഥയെ പോലെ ഓർഫനേജിൽ വളരുകയായിരുന്നു. എന്നിട്ട് ഇപ്പം അമ്മയും കൂടപ്പിറപ്പുകളെയൊക്കെ കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ബബിതയ്ക്ക് ഒരുപാട് വിഷമമാവുകയും അലീന ചേച്ചിയെ ഉപദ്രവിച്ചതൊക്കെ ഓർത്ത് അലീന ചേച്ചിയെ അമ്മയുടെ കൂടെ ചേർന്ന് ഉപദ്രവിച്ചതും അപമാനിച്ചതും കള്ളിയാക്കി ചിത്രീകരിച്ചതും ഒക്കെ ഓർത്ത് ബബിത ഒരുപാട് സങ്കടപ്പെടുകയാണ്. അങ്ങനെ അലീനയെ വിട്ട് പിരിയുന്ന വിഷമത്തിൽ ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ വളരെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന കുളിച്ച് റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. ബാലചന്ദ്രനും ഭയങ്കര സങ്കടം തന്നെയാണ് അലീന പോകുന്നതിൽ. ബാലചന്ദ്രൻ ഒരിക്കലും അലീനയെ കൈവിട്ട് കളയാൻ തോന്നിയിട്ടില്ല. പക്ഷേ അലീനയുടെ നിർബന്ധം കൊണ്ടാണ് അലീന ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ അലീനയുടെ നല്ല മനസ്സ് കണ്ട് അലീനയെ പോലെ ഒരു നല്ല പെൺകുട്ടിക്ക് നല്ല സേഫായ സ്ഥലം തന്നെ കിട്ടണം എന്നൊരാഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് ബാലചന്ദ്രൻ ഇത്രയും റിസ്ക് എടുത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ വീട് കണ്ടെത്തിയതും അയാളെ കുറച്ച് അന്വേഷിച്ചതും അയാളുടെ അടുത്തേക്ക് തന്നെ അലീനയെ വിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതും. എന്തായാലും സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അലീനയെ കൊണ്ടാക്കുന്നതെന്ന് ഇതുവരെ മക്കളോട് ആരോടും തന്നെ പറഞ്ഞിട്ടുമില്ല. അതിനുശേഷം അലീനയും കൂട്ടി ബാലചന്ദ്രൻ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. എല്ലാവരും നിറകണ്ണുകളോടെ ഇവരെ യാത്രയാക്കാനായിട്ട് സിറ്റൗട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ്. അലീന ബബിതയ്ക്കും കൃഷ്ണമ്മക്കും ഒക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് രോഹത്തിനെ ഒക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും നല്ല രീതിക്ക് പഠിക്കണം. ഇപ്പം എങ്ങനെയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ പോകണം. ഒരു ചീത്ത കൂട്ടുകെട്ടിലും ചെന്ന് പെടാൻ പാടില്ല. അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കാൻ പാടില്ല. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ടായാലും എന്ത് സംഭവിച്ചാലും നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി എപ്പോഴും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടൊക്കെയാണ് അലീന അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്നതും. അലീന അവിടെ നിന്ന് പടിയിറങ്ങി വണ്ടിയിൽ കയറി ഇരുന്ന് പോകുമ്പോൾ പോലും ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹത്തിനുമൊക്കെ സങ്കടം സഹിക്കാനാവുന്നില്ല കേട്ടോ. അവരെല്ലാവരും വീടിനകത്തേക്ക് കയറിപ്പോയിരുന്ന് കരയുകയാണ്. ബബിത അലീനയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞ വിവരം രോഹിത്തിനും കൃഷ്ണമ്മക്കും അറിയില്ല. ബബിതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇത് വിഷമമായിട്ടുള്ളത്. അലീന ചേച്ചിയെ താൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഓർത്ത് ബബിത വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കൃഷ്ണമോളും രോഹിത്തും ബബിതയും എല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അലീന ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ. എന്നാൽ ബാലചന്ദ്രനും മനസ്സോടെ തന്നെയാണ് അലീനയും കൂട്ടിക്കൊണ്ട് പോകുന്നതും. ബാലചന്ദ്രനും അലീന ഇവിടുന്ന് പോകുന്നതിനോട് ഒരു താല്പര്യവുമില്ല. പക്ഷേ അലീനയുടെ നിർബന്ധം കാരണമാണ് ഇപ്പോൾ അലീന അങ്ങോട്ടേക്ക് പോകുന്നതും. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയാലും പ്രശ്നങ്ങൾക്കൊന്നും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല. വൈജയന്തി തിരികെ വീട്ടിലേക്ക് വന്നാലും അവൾ ഇവിടെ ഇട്ട് ഇഷ ഇഞ്ഞ വരപ്പിക്കാനാണ് ഞാൻ പോകുന്നത്. അല്ലാതെ അവളെ ഇവിടെ സുഖിച്ച് വാഴിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് വൈജയന്തിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ വന്ന പിന്നാണല്ലോ ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. അച്ഛൻ്റെ 3 മക്കളെ ഓർത്തിട്ടെങ്കിലും അച്ഛൻ ഇതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അമ്മയെ അമ്മയുടെ വഴിക്ക് വിട്ടേരെ. അച്ഛൻ മക്കളുടെ കാര്യം നോക്കി അച്ഛൻ സ്വസ്ഥമായിട്ട് തന്നെ ഇരിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാം. നിങ്ങളെയൊക്കെ കാണാതിരിക്കാൻ എനിക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അലീന. എന്നാൽ വൈജയന്തിയുടെ വിചാരം
മക്കൾ 3 പേരും തൻ്റെ പഴയകാല ചരിത്രങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും പടിയിറങ്ങി ബാലചന്ദ്രനോടൊപ്പം കുളത്തൂപ്പുഴയ്ക്ക് പോയെന്നൊക്കെ അറിയുമ്പോഴേക്കും വൈജിക്ക് മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും അലീനയെക്കുറിച്ച് ഓർക്കുമ്പം വൈജയന്തിക്ക് ഇപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വൈജയന്തി തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും ബബിതയും രോഹിതും കൃഷ്ണമോളും ഒന്നും വൈജിയെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല കേട്ടോ. വൈജയന്തിയോട് ഒരു തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളും കാണിക്കുന്നില്ല. ഭയങ്കര ഗൗരവത്തിലും ദേഷ്യത്തോടെയാണ് വൈജയോട് അവർ പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ. വൈജയന്തിക്ക് അത് വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി തന്നെ അത് അവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അലിന ചേച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാവോ? അലിന ചേച്ചി അമ്മ പ്രസവിച്ച അമ്മയുടെ മോള് തന്നെയായിരുന്നു. 23 വർഷം മുമ്പ് അമ്മ പഴച്ച് പ്രസവിച്ച മോളാണ് അലിന ചേച്ചി. അമ്മ എന്താ വിചാരിച്ചത്? അമ്മയുടെ പഴയകാല ചരിത്രങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലെന്നോ? എല്ലാം ഞങ്ങൾ അറിഞ്ഞു അമ്മേ. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനൊന്നുമല്ല വിചാരിച്ചിരുന്നത്. എന്നാലും അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇത്രയും നാളും 22 വർഷം അമ്മ അച്ഛൻ്റെ കൂടെ ജീവിച്ചെങ്കിലും അച്ഛനോട് അമ്മ ഒരു തരി പോലും ആത്മാർത്ഥമായ സ്നേഹം കാണിച്ചിട്ടില്ല. അങ്ങനെ സ്നേഹിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുമില്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മയോട് മാത്രമായിരുന്നു സ്നേഹം. അത് ഞങ്ങൾക്ക് പണ്ടേ മനസ്സിലായ കാര്യമാണ്. അമ്മ കാരണമാണ് ഞങ്ങളും ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. അലിന ചേച്ചി ഇവിടെ വന്നേ പിന്നെ ഞങ്ങൾ സ്നേഹം എന്താണെന്ന് കണ്ടതും അനുഭവിച്ചതും അറിഞ്ഞതും ഒക്കെ. അമ്മയുടെ വാക്ക് കേട്ടാൽ ഞങ്ങൾ അലിന ചേച്ചി ഒരുപാട് ഉപദ്രവിക്കുകയും അപമാനിക്കുകയും മോശമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തു പോയത് തെറ്റായി പോയെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നുകയാണ്. എന്തിനായിരുന്നു അമ്മേ, എന്തിനായിരുന്നു ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ കാണിച്ചത്? അലിന ചേച്ചി ഈ കുടുംബത്തിൻ്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തം മോളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അലിന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത്. അത് വേറൊന്നിനും അല്ലായിരുന്നു. വേറൊന്നും പ്രതീക്ഷിച്ചിട്ടും അല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അമ്മയെ ഒന്ന് കാണാനും അമ്മയുടെ കൂടെ കുറച്ച് നാൾ നിൽക്കാനും കൂടപ്പിറപ്പുകളായ ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ സന്തോഷത്തോടെ നിൽക്കാനും വേണ്ടി മാത്രമാണ് അലിന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത്. അതൊന്നും മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതിന് അമ്മയുടെ മനസ്സിൽ ആരോടെങ്കിലും സ്നേഹം ഉണ്ടായിട്ട് വേണ്ടേ? പ്രസവിച്ച മക്കളോട് പോലും അമ്മയ്ക്ക് സ്നേഹമില്ല. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം അതാണ് അമ്മയ്ക്ക് വലുതെന്നൊക്കെ പറയുകയാണ് ബബിതയും രോഹിതും കൃഷ്ണമോളും ഒക്കെ. അങ്ങനെ സ്വന്തം മക്കളുടെ വായിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോഴേക്കും വൈജയന്തി ആകെ തളർന്ന് തരിപ്പണമായി പോവുകയാണ് കേട്ടോ. സ്വന്തം മക്കളും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇനി തൻ്റെ മക്കളുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? തൻ്റെ പഴയകാല ചരിത്രങ്ങളെല്ലാം മക്കൾ അറിഞ്ഞിരിക്കുന്നു. അത് തന്നെയല്ല, മക്കളെ ഉപദേശിക്കാനും ശാസിക്കാനും ഒന്നും ഒരു അർഹതയില്ലാത്ത ഒരു പാഴ്ജീവിതമായിപ്പോയി എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് കേട്ടോ ഇപ്പം വൈജയന്തിയുടെ മനസ്സിൽ. എന്തായാലും ബാലചന്ദ്രൻ തിരികെ എത്തിയതിനു ശേഷം വൈജയന്തി ഒരു പാഠം പഠിപ്പിക്കുന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്തും നേരിടാനുള്ള ഒരു മനക്കരുത്തുമായിട്ടാണ് വൈജയന്തി ഇപ്പോൾ കടപ്പാട്ടൂർ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്